പ്രിയങ്കയുടെ വിവാഹത്തലേന്ന് അവളോട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പോകുന്ന വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, മൂത്തവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. പക്ഷേ അതൊന്നും അച്ഛൻ മോളോട് പറയില്ല. ഒന്നും പറഞ്ഞു തരാതെ തന്നെ എല്ലാ മര്യാദകളും നീ പഠിച്ചിട്ടുണ്ട്. ചെല്ലുന്ന വീട്ടില് നീ ഒരു സംസാരം ഉണ്ടാക്കില്ല, ആർക്കും വെറുപ്പ് തോന്നുന്ന രീതിയിൽ പെരുമാറൂല്ല. അതൊക്കെ അച്ഛന് ഉറപ്പാ. നീ പോകുന്നു എന്നാലോചിക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒരിക്കല് ഇത് സഹിച്ചല്ലേ പറ്റൂ. മോള് പോയി കഴിയുമ്പോ പൊരുത്തപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നാവിലെപ്പോഴും ആദ്യത്തെ വിളി മോളെ രാധികയെന്നല്ലേ. അച്ഛന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നീ മുടക്കിയിട്ടില്ല. ആ, ഇനിയിപ്പോ അമ്മ അതൊക്കെ ചെയ്യും. ഇന്ന് പിന്നെ എന്നെ പറഞ്ഞയക്കണ്ടായിരുന്നല്ലോ. ഒരു മോഹമില്ലാതെ ഞാനിവിടെ ഒതുങ്ങി കൂടിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ? മോളെ വേണ്ട, വിവാഹത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു സംസാരം ഉണ്ടാവരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞതല്ലേ. മറന്നു പോവരുത്. ഭർത്താവ്, കുട്ടികള്, അവരോടൊത്തുള്ള മനോഹരമായൊരു ജീവിതം, അതൊക്കെ ഒരു പെണ്ണിന്റെ പൂർണ്ണതയാണ്. കാലചക്രം നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഒഴുകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൂർണ്ണത. എന്റെ മോളിത് കഴിക്കുക. അച്ഛൻ വലിയ ഉത്സാഹത്തില. ചടങ്ങ് ചെറുതാണെങ്കിലും നിന്റെ കാര്യമാകുമ്പോ അച്ഛന്റെ മനസ്സിൽ അതിന് വലിപ്പം കൂടുതലാ. അമ്മയായിട്ട് ഇനി ഒന്നും പറയേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും ഇല്ലല്ലോ. ഇല്ലമ്മേ, ഓർമ്മിപ്പിക്കാൻ എന്താ ഉള്ളത്? എല്ലാവർക്കും മറക്കാനല്ലേ ഉള്ളൂ. ഒരുപാട് കുറവുകളുള്ള എന്നെ പോലൊരാള് അതൊക്കെ ചെയ്യേണ്ടതാണല്ലോ. എന്താ നീ പറയുന്നേ? കുറവുകളായിട്ട് അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ? പിന്നെ സംഭവിച്ചു പോയൊരു കാര്യം, അത് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേ പറ്റൂ.